ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മുന്നിലേക്ക് കടന്നിരിക്കും എല്ലാവരും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ജാനകി ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം നാരായണ 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 നാരായണ. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് ഭഗവാന്റെ രാമായണ പാരായണത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാനായിട്ട് സാധിച്ചു. ഇനിയിപ്പോൾ ഇന്നത്തെ 4 ദിവസം 5 ദിവസമേ ഉള്ളൂ നമുക്ക് അല്ലേ. അതോടുകൂടിയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം വരെ പാരായണം ചെയ്ത് സമർപ്പിച്ചത് ആ ദിവ്യ ഔഷധ ഫലം വരെയാണ് അത് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യാൻ ഭഗവാൻ വേണ്ടതുപോലെ ചെയ്യാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ചപലനായിട്ടുള്ള കുരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഈ മനസ്സിനെ ഏകാഗ്രമായിട്ട് ആ ഭഗവാന്റെ ആ പാദത്തിൽ ഉറപ്പിച്ചു വയ്ക്കാനായിട്ട് ഭഗവാനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ കൈവിടല്ലേ, മനസ്സിനെ അവിടെ ആക്കിത്തരണേ. ഇവിടെ ഇരിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് ആ മനസ്സ് ഈ കഥകളിൽ രമിച്ച് ഭഗവാന്റെ ആ ഓരോ ലീലകളിൽ രമിച്ച് ഭഗവാന്റെ നാമത്തിൽ നാവ് സദാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായാലും നാവ് സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ആ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതുപോലെ ഇത് ശ്രവിക്കാനും വേണ്ടതുപോലെ ആ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുന്ന ഇതിനെ നമ്മളെല്ലാവരും ഒരുപോലെയാണ് ശ്രവിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടതുപോലെ ശ്രവിക്കാൻ സാധിക്കട്ടെ. പറയുന്ന ആ ഭഗവാന്റെ നാമങ്ങൾ വേണ്ടതുപോലെ ജപിക്കുമ്പോഴെല്ലാം ആ രൂപഭാവത്തോടു കൂടിയിട്ട് നമുക്ക് ഉള്ളിൽ ആസ്വദിക്കാനൊക്കെ സാധിക്കട്ടെ. എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരട്ടെ. എല്ലാവരുടെ മനസ്സിനും
ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. ഇവിടെ വന്നവരും വരാത്തവരുമായിട്ടുള്ള എല്ലാ ജീവന്മാരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേ ഒരു മാർഗമാണ്, ഭഗവാന്റെ പാദത്തിലേക്കാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്. അപ്പം ആ ഒരു പാതയിലേക്ക് സഞ്ചരിക്കാനായിട്ട് എല്ലാ ജീവന്മാർക്കും ഭഗവാനെ അവരെല്ലാവരെയും അനുഗ്രഹിക്കണേ, എല്ലാ ജീവന്മാരെയും അവിടുത്തെ പാദത്തിലേക്ക് നയിക്കണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പാരായണ ഭാഗം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ജാനകീ ജീവനസ്മരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. എന്താ ആർക്കൊരു സംശയം? അപ്പോൾ പേജ് നമ്പർ പറഞ്ഞോളൂ. എല്ലാവരോടും പേജ് നമ്പർ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അറിയാലോ, എല്ലാം ഒരേ പുസ്തകമാണ്. അപ്പോൾ പേജ് വരാത്തവർക്ക് പേജ് നമ്പർ പറഞ്ഞോളൂ. ഇനി മേഘനാഥവധം മുതലാണ് വായിക്കേണ്ടത്. ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് ഹനുമാൻ സ്വാമി മല തിരിച്ച് കൊണ്ടുവന്ന് കൈലാസപർവ്വതത്തിൽ കൊണ്ടുവന്ന് വച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഔഷധത്തിൻ്റെ കാറ്റേറ്റിട്ട് എല്ലാവരും ആ യുദ്ധത്തിൽ മരിച്ചു വീണ എല്ലാ വാനരന്മാരും എല്ലാവരും പുനർജന്മം കിട്ടിയിട്ട് എല്ലാവരും ഉണർന്ന പോലെ എഴുന്നേറ്റു. പക്ഷേ അസുരന്മാരാരും എണീറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൃത്യു വന്നവരെ എടുത്ത് കടലിലേക്ക് എറിയാനായിട്ട് രാവണൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരാരും ഔഷധത്തിൻ്റെ കാറ്റേറ്റ് ഉണർന്നില്ല. ബാക്കി എല്ലാവരും ഉണർന്നു എന്ന് പറയുന്ന ഭാഗം വരെയാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്.
ജാനകീ ജീവനസ്മരണം. രാഘവന്മാരും മഹാകപി വീരരും ശോകാമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടാനായകന്മാരോടു ചൊല്ലിനാൻ അർക്കാതനയനും മംഗതനും തഥാ. നിൽക്കരുതാരും പുറത്തിനീ വാനരരൊക്കെ കടക്കാമുറിക്കാമതിലുകൾ വായ്ക്കാഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരെ കൂപാതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർക്കുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പുറഞ്ഞാൽ പുറത്തു പുറപ്പെടും മന്ദകൻ വീട്ടിന്നയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിനാൻ പ്രാസാദ ഗോപുരാരമ്യഗേഹങ്ങളും കാസീത കാഞ്ചനാരു രൂപ്യതാമ്രങ്ങളും ആയുധാശാലകളാഭരണങ്ങളുമായാധനങ്ങളും ജനാശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിയിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം പുതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലേറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതരച്ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും പാത്തോളം അത്ഭുതമെന്നു പറയുകയും. രാത്രിഞ്ചരന്മാർ നിലവഴി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലേറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുര്യാനാഥ ഘോഷവും ആനകൾ വെന്തലേറിയിടുന്ന ഘോഷവും ദീനതാപുണ്ടാതുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്താമുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രജങ്കനും എത്രയും വൻപുള്ളവയൂപാക്ഷനും ചോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിമ്പം കലർന്നടുത്താർ കബീവീരരും. രാത്രിയിലാത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരെ ചാകയും. കൂർത്തശസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും. ഏറ്റു പിടിച്ചു മടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തും പറിച്ചും പരിമരാമരം തോറ്റുപോയായിന്നു ചൊല്ലിയെടുക്കയും. രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേപരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലാപുരി ബുക്കേറ്റ രക്ഷോഗണം. കമ്പന്നൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റം അകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത. ജമ്പാരി നന്ദനാപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം ബിംബേ നടന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും തഥാ ശോണിതാനേത്രനും കോപിച്ചെടുത്താരതു നേരമംഗതനും. കൗണപന്മാർ മൂവരോടും പൊരുതീക്ഷീണനായി വന്നിതു ബാലീതനയനും. മൈന്ദനുമാശു വിവദനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെ. താരേയനു മതാ പിന്നെ യവ്വണ്ണം വിവിധം മഹാബലൻ കൊന്നിതു ശോണിതാ നേത്രനെയു മതാ മൈന്ദനും യുഭാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ.
വരന്മാരവർന്നാൽ വരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭാനണഞ്ഞു ശരം പൊഴിച്ചിടിനൻ വൻപരാം വാനരന്മാരെ ഒക്കെ മണ്ടിനൻ സുഗ്രീവനും തേരിലങ്ങാറ് ചാടി വീണുഗ്രതയോടവൻ വിൽകളഞ്ഞിടിനൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തങ്ങെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിധിയും കലക്കി മരിച്ചതീ ഘോരനം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരീക്ഷവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാഥൻ ചെയ്തെടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിയിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരീക്ഷവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനധികൃതനായോരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താൻ കവിവീരരും ലങ്കയിൽ പുക്കുടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാർ പിന്നേഖരാത്മജനം മകരക്ഷനോടന്യുന്യകോപേന ചൊന്നന്തശാനനൻ ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തൂരണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്നീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടഞ്ഞു ഭയപ്പെട്ടു വാനരൻ ചെന്ന ഭയം തരീകെന്നു രാമാന്തികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നെല്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലക്ഷനും അന്യോന്യമൊപ്പം പുരൂതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപാണി തന്നീലിരുന്നോരു ചാപവും തേരും പൊടിപ്പെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലങ്ങന്മാറു ചാടി ശൂലവും കൊണ്ടു പരാമടുത്ത മകരക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തീർത്തിയിടിനാൻ രാവണി താനിതറിഞ്ഞു കോപിച്ചു വന്നേവനെയും പൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവാകുലന്തകനാകിയ രാവണൻ 7 ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടെ പുറപ്പെട്ടാൻ അപ്പോൾ അതു കണ്ടു മേഘാനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോഴടിയരികളെ നിഗ്രഹിച്ചുൾ പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം പൊക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരുതിതു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു പുത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുസ്തനോടിത്താമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണാപുത്രൻ കബീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്ദന അന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർക്കു ലാവന ഉന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന് വാക്കിനെ കേട്ടതാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലായിലേവനും ഞാനവനോടു ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ
എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമാ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതീതാനും പരവശനായതു വാനരാവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടുമെയ്യൽ മെയ്യാൽ മുറ വിളിച്ചിടിനാൻ ചോരയും പാരിൽ പരന്നീതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ ഇതിൽ പരാമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവതം മമ സാമീതന്നോടുണർത്തിപ്പാൻ കവികളെ ശകാമകാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോടു സാകുലം ചാരുതി എന്തിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ പോയി അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ ഇത്തമാകർണ്യ വിധീസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘൂതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മരുതാത്മജൻ ചൊല്ലിനാൻ നിന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടോരവസ്ഥയും ഉണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമപ്പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നെടുത്തു മടിയിൽ ചേർത്തിടിനൻ മന്നവൻ തൻ പത്മം അഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചെന്നാനതു കണ്ടു നിസ്സംജരായ ഒക്കെ നിന്നു കവികളും ദുഃഖം കൊടുകെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച വീടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാമായ നിമൂഢനം മേഘാനിനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ മർക്കടന്മാർ ചെന്നു ഭദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരു ഭയമത്യത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവസ്വാമിൻ ജയ ജയ മാനസാവ്യാകുലം തീർത്തെഴുന്നേൽക്ക ജയ നിർദ്ദയാനിധേ ലക്ഷ്മണനും മടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം ഓർത്തുകാലങ്ങൾ അഞ്ഞിടരുതേതുമേ യാത്രയയക്കേണമെന്നു വിഭീഷണൻ ചൊന്നുള്ളതു കേട്ടള ആലസ്യവും തീർന്നു മന്നവൻ പോകെന്നനുജ്ഞ നൽകിയിടിന് വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസാപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ പിന്നെയും കൊന്നൂവരീകെന്നനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോടും മഹാകവീസേനയും രക്ഷോവരനും നടന്നാരതു നേരം മൈന്ദൻ വിവേദൻ സുഷേണൻ നളന്നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനോദനം ധീരൻ പ്രമാദി ശതബലീജാമ്പവൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ ദധീമുഖൻ അഗ്നിമുഖൻ ഗജൻ മേരുതന്തും രംഗവയൻ ദുർഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോട് മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബില പുക്കു നിറഞ്ഞിതു ജാനകി ജീവനസ്മരണം.
പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം രാമലക്ഷ്മണന്മാരെല്ലാവരും കൂടിയിട്ട് പിന്നെ പറഞ്ഞു, ഇനിയൊന്നും നോക്കാനില്ല, യുദ്ധത്തിനായിട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിക്കിലും നേരിട്ട് കയറിയിട്ട് കിടങ്ങും ഇതൊക്കെ തകർത്ത് ആ വീടുകളെല്ലാം കൊള്ളി വെച്ചിട്ട് മരങ്ങളൊക്കെ മുറിച്ച് തള്ളുക, കിണറും തടാകങ്ങളൊക്കെ ഇടിച്ച് നിരത്തുക. അങ്ങനെ അവരോട് അപ്പോൾ ആരെങ്കിലും ഇനിയൊക്കെ ഒളിച്ചിരിക്കണവരൊക്കെ പുറത്ത് ചാടി വരും രാക്ഷസന്മാർ. അപ്പോൾ അവരെ നമുക്ക് വധിക്കാമെന്നെല്ലാം പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് യുദ്ധത്തിനായിട്ട് ചെല്ലുമ്പോൾ അന്ന് ഹനുമാൻ ലങ്ക ദഹിച്ചപ്പോൾ അതൊക്കെ വീണ്ടും ഐശ്വര്യപൂർണമായിട്ട് വീണ്ടും പഴയ പോലെ വന്നായിരുന്നു. ആ ലങ്കയെ വീണ്ടും ചാമ്പലാക്കിയിട്ട് മാറ്റി. രാക്ഷസ സ്ത്രീകളൊക്കെ കരയാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് രാവണനാകെ നിന്നിട്ട് കുംഭൻ, നികുംഭൻ, പ്രജംഘൻ തുടങ്ങിയിട്ടുള്ള യൂപാക്ഷൻ, ശോണിതാക്ഷൻ എന്നൊക്കെ ഉള്ളവരൊക്കെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഗങ്ങളാണ്. ആ യുദ്ധത്തിലൊക്കെ പറഞ്ഞയച്ചു. അവരൊക്കെ ആ യുദ്ധം തുടങ്ങിയിട്ട് അവരെല്ലാവരും മരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് പോലും ഭയപ്പെട്ടു പോയി എന്ന് പറയണു. പിന്നീടും മകരാക്ഷനെ വിളിച്ചിട്ട് പറഞ്ഞു, ജയിച്ചു വരാൻ പറഞ്ഞു. ആ മകരാക്ഷനും അവിടുന്ന് രാമബാണങ്ങളേറ്റിട്ട് എല്ലാവരും മരിച്ചു ഇതറിഞ്ഞപ്പോൾ മേഘനാഥൻ ചെന്നിട്ട് പറയണു, ആ രാവണൻ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞാൻ പോയിട്ട് ഇപ്പോൾ തന്നെ ശത്രുക്കളെ ജയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു മേഘനാഥൻ വരികയാണ്. അപ്പോൾ ഇവിടെ ആ ശത്രുക്കളെ ജയിക്കണമെങ്കിൽ തൻ്റെ ഇപ്പോഴുള്ള ശക്തി പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ദ്രജിത്ത് എന്ത് ചെയ്തു, തൽക്കാലത്തേക്ക് ഇവരെ ഒന്ന് ഒതുക്കാനായിട്ടൊരു ഉപായം പോലെ മായയാൽ ഒരു സീതയെ ഉണ്ടാക്കിയിട്ട് ആ മായ കൊണ്ട് സീത ഉണ്ടാക്കി. എന്നിട്ട് ആ സീത ഉണ്ടാക്കിയിട്ട് എല്ലാവരും കാണലെ ആ സീതയുടെ കഴുത്ത് വെട്ടിപ്പോൾ സീത, ആ മായ സീത പ്രഭോ രാമ അയ്യോ എന്ന് പറഞ്ഞ ഉറക്ക കരയണതൊക്കെ കണ്ടപ്പോൾ മാരുതി അടക്കം ഹനുമാൻ സ്വാമി അടക്കം എല്ലാവരും സങ്കടപ്പെട്ടു. ഇനി എന്തിനാ യുദ്ധം ചെയ്യണേ? ഇപ്പം സീതയ്ക്ക് വേണ്ടിയിട്ടല്ലേ യുദ്ധം ചെയ്യണേ, സീത മരിച്ചില്ലേ എന്നുള്ള ആ വിഷമം കൊണ്ട് ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയണു. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു തിരിച്ചു പറഞ്ഞാണ് ഇപ്പോൾ ഹനുമാൻ തോറ്റു മടങ്ങണതില്ല, എന്ത് പറ്റിയാവോ എന്നറിയണു. അപ്പോൾ അത് തോറ്റു മടങ്ങിയതല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്രീരാമചന്ദ്ര പ്രഭു സാധാരണ മനുഷ്യനെ പോലെ അവിടെ മോഹിച്ച് വീണു. അത് കണ്ടിട്ട് വിഭീഷണൻ വന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഇന്ദ്രജിത്തിൻ്റെ സൂത്രമാണ്. ഇന്ദ്രജിത്തിന് അവിടെ യാഗം അനുഷ്ഠിക്കുകയാണ്. ആ യാഗം മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ട് യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യാഗം പൂർത്തിയായിച്ച പിന്നെ അവനെ ജയിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് ആ യാഗം മുടക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇന്ദ്രജിത്തിനെ വധിക്കാൻ എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ യാഗം മുടക്കാനായിട്ട് നികുംബയിലെത്തി എന്നുള്ള ഭാഗം വരെയാണ് പാരായണം ചെയ്തത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. നക്തഞ്ചര വരന്മാരെ ചുഴലവേ നിർത്തിഹോമം തുടങ്ങിയിടിനാൻ. രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു. കവികളും ഏറും കൊണ്ടു വീണു തുടങ്ങിനാൻ. അറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലും ചരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരത സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബിലയിൽ തറമേലേറി നിന്നാദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ. സൗമിത്രി തന്നോടു കണ്ടതാത് തൂ പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില്ല ഹോമാമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാതിടം മരുതാനന്ദന് തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവൻ മൃത്യു സമയമടുത്തവനിന്നിനി യുദ്ധം തുടങ്ങുക വൈകരൂതരുമേ തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും ശസ്ത്രങ്ങൾ തൂകിയിടിനൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിങ് ഇന്ദ്രജിത്തു മത്യർത്ഥ ശസ്ത്രങ്ങളെ തീടിനാൻ. അപ്പോൾ കഴുത്തിയിലെടുത്തു മരുസുതാനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണാപാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം തൊന്നാൻ ദശാനന പുത്രനും.
രാക്ഷസാജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥിവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദി വർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോ തീടിനാലത്രയും നന്നെന്നതേ ചൊല്ലാവോ. ഗോത്രാവിനാശം വരുത്തും ജനങ്ങൾക്ക് പാത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധാമതം. ശസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനൻ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ വംശം മുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവൻ നിന്നു ഞാൻ അംശിമാലികുല നായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം എയ്തു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊള്ളാകിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവാൻ യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും 10 ബാണം വായുപുത്രനുമേൽപ്പിച്ചു. സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരാമേതു വാനരാവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൻ തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ വൃത്രാരിജിത്തും ശരാസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരാമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതീസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപാമെടുത്തു കുലച്ചവാനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മൂന്നമ്പെയ്തു അതും മുറിച്ചിടിനാൻ. മന്നവൻ ഭക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റാമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം ചെന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞീല വന്നതും പോയതും നാരദന്താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സാഗരം കണ്ടൊരു സംഭവാനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരാപുരുഷന്മാരുണ്ടോ ജഗത്തിൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസൈവദൈവതാമസ്ത്രം കുമാരനും രാഘവൻ ചേർന്നു കരേണ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പാദാംബോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ച യച്ചാനതു ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു. സിന്ധൂജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതോണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണീ തന്നുടൽ ആമയം തീർന്നു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൻ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിദാനം പ്രസാദിച്ചിതേറ്റവും. താപാമകന്നു പുകഴ്ന്നു തുടങ്ങിനാൻ താപസന്മാരും ഗഗനാചരന്മാരും. ദുന്ദുഭീനാദവും ഘോഷിച്ചിതേറ്റവും ആനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുനാണലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തു രാഘവൻ ആരൂഢമോദം മുകർന്നിടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളിച്ചെയ്തു ദുഷ്കരാമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. ജാനകീ ജീവനസ്മരണം. അങ്ങനെ ആ യുദ്ധത്തിലെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ
വധിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞു, ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തത്, ഇനിയിപ്പോൾ രാവണൻ തന്നെ മരിച്ചതിന് തുല്യമാണ് എന്നെല്ലാം പറഞ്ഞ് പ്രശംസിക്കുന്നു. ഇനി രാവണൻ്റെ വരവുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ രാവണൻ്റെ വിലാപമാണ് അടുത്ത ഭാഗം. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രം മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ. മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹഹാ സുകുമാര വീര മനോഹര, മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖാമിതെന്നു മറക്കുന്നതുള്ളി ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമാ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രാഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാർ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ. കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ. ആ മകൻ മരിച്ച ദുഃഖത്തിൽ ആ രാവണൻ കരയാണ്. ആ കരയണേന് കരഞ്ഞതപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ അനർത്ഥങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാൻ കാരണമായത് എന്താ ഇതിനൊക്കെ കാരണം, ഈ യുദ്ധത്തിനൊക്കെ കാരണമായതെന്താ? രാവണൻ സീതയെ വധിച്ച് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു. അതിനെ ആ അമിതമായിട്ടുള്ള ആ ഭോഗാസക്തി കൊണ്ട് ആ സീതയെ മോഹിച്ച് അപഹരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി. അതാണ് കാരണം അല്ലേ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കാരണം. സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു, അർഹതയില്ലാത്തതിനെ എടുത്തു കൊണ്ടുവന്നിട്ട് തൻ്റെ കൂടെ വച്ചു. അപ്പോൾ അതാണ് കാരണം. പക്ഷേ ഇവിടെ പറയണു ഈ ദുഃഖത്തിനൊക്കെ കാരണം സീതയാണോ കാരണം? സീതയല്ല കാരണം, അവനവൻ്റെ പ്രവൃത്തിയാണ് കാരണം. അവനവൻ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് അവനവൻ ഈ ദുഃഖം വരണത്. നമ്മളൊക്കെ ഇതുപോലെ തന്നെയല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ? ഇതെങ്ങനെ സംഭവിച്ചു, ഇത് എന്തുകൊണ്ടാണ്, എന്ത് തെറ്റാണ് എൻ്റെ അടുത്ത് നിന്ന് പറ്റിയതെന്നാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും അതിന് നിൽക്കുമോ? നമ്മൾ പറയും അവർ കാരണമാണ് എനിക്ക് ദുഃഖം സംഭവിച്ചത് എന്ന് പറഞ്ഞ് ആ സീതയെ അപഹരിച്ചു കൊണ്ടതാണ് കാരണം. പക്ഷേ സീതയ്ക്കാണ് കുറ്റം. അപഹരിച്ചത് സീതയെ, ദുഃഖം മുഴുവൻ അനുഭവിക്കേണ്ടത് സീത. പക്ഷേ രാവണനോട് എല്ലാവരും പറഞ്ഞു സീതയെ തിരിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ അനർത്ഥങ്ങളുണ്ടാവും. അതൊന്നും രാവണൻ കേട്ടില്ല. പക്ഷെ അതൊന്നും രാവണന് തെറ്റായിട്ട് തോന്നണില്ല. രാവണൻ എന്താ പറയണത്? ആ സീത കാരണം കൊണ്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണു? അപ്പോൾ ആ സീതയോട് സ്നേഹമോ ആ സീതയോട് പരമമായ പ്രേമമൊന്നും അല്ലാണ്ടായിരുന്നു. എന്താണ്? വെറും ഭോഗാസക്തി മാത്രമേ ഉള്ളൂ. നല്ല വസ്തുക്കളെ ഭുജിക്കണം എന്നുള്ളൊരു ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഭോഗാസക്തിയുള്ളൂ. അതുകൊണ്ട് എന്ത് പറയണു? ഇനി അവളെ കൊന്ന് ഞാൻ ചോര കുടിക്കാൻ പോവുക. ഇത് തന്നെയല്ലേ അവിടെ ശൂർപ്പണഖ്യം ചെയ്തത്. ശൂർപ്പണഖയ്ക്ക് എന്താ പറഞ്ഞ രാമൻ്റെ ചോര കുടിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ആഗ്രഹങ്ങളൊക്കെ വെറും താൽക്കാലികമായിട്ടുള്ള ആ ലൗകികമായ ഭോഗാസക്തി കൊണ്ട് ആണ്. എന്നാലും അങ്ങനെയാണെങ്കിൽ പോലും അത് മോക്ഷത്തിന് കാരണമാവുന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഇവിടെ. ഓരോരുത്തരും ഇനിയിപ്പോൾ ആ രാവണൻ അതിൻ്റെ മോക്ഷത്തിന് അത് കാരണമാവുകയാണ്. ആ ഭോഗാസക്തിയാണ് കാരണമാവുന്നത്. മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്നത് അല്ലേ, മറ്റുള്ളവരുടെ ആ അപ്സര സ്ത്രീകളെയും സുന്ദരികളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് എത്രയോ പേര് ദുഃഖവും ദുരിതങ്ങളും ഉണ്ടായി. പക്ഷെ അതൊന്നും അവർക്കൊന്നും നേരിടാനോ പറ്റിയില്ല അല്ലേ. അവരെല്ലാവരും ഭഗവാനെ ആശ്രയിച്ച് കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തന്നെ ഏതൊന്നാണോ ലോകനാശത്തിന് കാരണമായിട്ട് ഭവിക്കുന്ന ഒരു സ്വഭാവം ഒരാൾക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, അതിനെ തന്നെ നിമിത്തമാക്കിക്കൊണ്ട് ആ സീതയെ നിമിത്തമാക്കിക്കൊണ്ട്, കാരണം ഇത് ഭഗവാൻ അറിയാം, സീതയെ അപഹരിച്ചു കൊണ്ടുപോയാലും സീതയ്ക്കൊന്നും സംഭവിക്കാൻ പോണില്ല. ഈ രാവണൻ്റെ അഹങ്കാരത്തെ നശിപ്പിച്ച് രാവണന് മോക്ഷം കൊടുക്കണമെങ്കിൽ അത് മാത്രമേ ഒരു ഉപായമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സാധുക്കളായവർ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും, ഭക്തന്മാരായവർ കൂടുതൽ ദുഃഖിക്കേണ്ടി വരുമല്ലേ. അപ്പം അതുകൊണ്ട് രാവണൻ പറയാണ്. പക്ഷേ രാവണൻ എന്താ പറയണത്? ആ സീതയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയണം. ഖഡ്ഗവും ഓങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനൻ ക്രുദ്ധനാം രാവണൻ
സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായ എത്രയും വേബുധൂഗാത്രിയായി. ഹാ രാമ രാമേ രാമേതി ജപത്തോടു ആരാമദേശേ വസിക്കും ദശാന്തരെ. ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പൂരാസത്തമൻ വൃത്തവൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനൻ നീതികൾ. ബ്രഹ്മാകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലാനെന്നു ജഗത്രയാ സമ്മതം. തവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിന്നാവതല്ലോർക്കിൽ ഗുഹനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമാദേവാധിവാസാത്മജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രത ജ്ഞാനാപരായണൻ ബോധവൻ ഭാർഗവ ശിഷ്യൻ വിനയവൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നെത്രയോ മോർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രീഞ്ചരേന്ദ്ര പ്രവര പ്രഭോമയ സദം വിരാവോടു പോരിക പോരിനായി. മാനവന്മാരെയും വനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസാതാപവും ദൂരെ നീക്കിയിടുക. ആ സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഉപദേശിച്ചു. അതൊന്നും ആ രാവണൻ്റെ ചെവിയിലെത്തിയില്ല. ഇവിടെ വന്നിട്ട് സുഭാഷൻ എന്ന് പറഞ്ഞ ആ രാക്ഷസൻ വന്നിട്ട് രാവണനോട് പറയണു, ആ ബ്രഹ്മാവിൻ്റെ വംശത്തിൽ പറഞ്ഞവനല്ലേ, 3 ലോകത്തിനും പ്രസിദ്ധനല്ലേ, സുബ്രഹ്മണ്യനോ അനന്തനോ പോലും നിന്റെ ഗുണങ്ങൾ വർണ്ണിക്കാൻ പറ്റില്ല. ആ പരമേശ്വരൻ്റെ സേവകന്മാരിൽ നീ മുഖ്യനല്ലേ, പൗലസ്യൻ്റെ പൗത്രനല്ലേ, 3 ലോകത്തിനും അഭിവന്ദനായ രാക്ഷസരാജനല്ലേ, കുബേരൻ്റെ അനുജനല്ലേ, സാമവേദ പണ്ഡിതനല്ലേ, സർവ വിദ്യാവിശാരദനല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ആ വിദ്യാഭ്യാസം, വ്രതങ്ങൾ, തീർത്ഥസ്ഥാനം എന്നുകൊണ്ടൊക്കെ അതല്ലേ, ജ്ഞാനിയല്ലേ, പരശുരാമൻ്റെ ശിഷ്യനല്ലേ എന്നെല്ലാം പറഞ്ഞപ്പോൾ വീണ്ടും ആ അഹംഭാവം തലപൊക്കി. ഇത്രയൊക്കെ വന്നിരിക്കുന്ന സമയത്തും ഇത്രയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടും ആ അഹംഭാവത്തിന് ഒട്ടും കുറവുണ്ടായില്ല. ആ വാക്കുകളൊക്കെ വീണ്ടും അഹംഭാവത്തെ, അതായത് വിവേകം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ബുദ്ധി അല്ലേ നമ്മൾ പറയില്ലേ, ധീ എന്ന് വെച്ചാൽ ബുദ്ധിയാണ്. ധീമഹി ബുദ്ധി പ്രകാശിക്കട്ടെ. എവിടെ ബുദ്ധി പരം ധീമഹി, പരമാത്മാവായ ഈശ്വരനിലെ എൻ്റെ ബുദ്ധി ഇരിക്കട്ടെ, ബുദ്ധി പ്രകാശിക്കട്ടെ ആണ് സത്യം. അതെന്താണ്? സത്യമാണ്. സത്യമായിട്ടുള്ള ആ പരബ്രഹ്മ വസ്തുവിലാണ് എൻ്റെ ബുദ്ധി പ്രകാശിക്കേണ്ടത് അല്ലേ. ബുദ്ധി ധീമഹി എന്ന് വെച്ചാൽ ബുദ്ധി പ്രകാശിക്കണം. ആവശ്യമില്ലാത്തതൊക്കെ ആ ബുദ്ധി പ്രകാശിച്ചു കഴിഞ്ഞാൽ അത് ദോഷത്തിന് കാര്യമാവും അല്ലേ. അപ്പോൾ ആ സത്യമായിട്ടുള്ള ആ പരബ്രഹ്മ വസ്തുവിലാണ് നമ്മുടെ ബുദ്ധി വേണ്ടതുപോലെ ഉറച്ച്, അവിടെയാണ് ആ ബുദ്ധി വേണ്ടതുപോലെ പ്രകാശിക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ മനസ്സ് ഉറക്കേണ്ടത്. അതല്ലാതെ കണ്ട് അതിന് എതിരായി കഴിഞ്ഞാൽ ബുദ്ധി കെട്ടുപോവുക ചെയ്യുക. ഇവിടെ എത്രയൊക്കെ മഹത്വങ്ങളുണ്ടായിട്ടും അഹംഭാവം കൊണ്ട് രാവണൻ്റെ ബുദ്ധി കെട്ടുപോയി. അപ്പം നമ്മൾ പറയണു, ഇപ്പോൾ ഇതിൽ പറയണ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അങ്ങ് ആരാണ്? ബ്രഹ്മാവിൻ്റെ വംശത്തിൽ. അപ്പോൾ വംശഗുണം കൊണ്ട് കാര്യമില്ല, വംശത്തിൽ ജനിച്ച ആളാണ്. അങ്ങയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് വർണ്ണിക്കാൻ അനന്തനും ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കാനാണ് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഗുണങ്ങൾ അങ്ങനെ ശ്രീ പരമേശ്വരൻ്റെ സേവകന്മാരിൽ ഒരാളാണ്. അതുപോലെ സാമദേവ വേദ പണ്ഡിതനാണ്, സർവക വിദ്യാകുശലനാണ് അല്ലേ. ഭഗവാനെ സന്തോഷിപ്പിച്ചതാണ് തൻ്റെ കൈകളെ കൊണ്ട്. ആ ശിവതാണ്ഡവം, ശിവന് മുന്നിലുണ്ട് ആ രാവണൻ. ആ ശിവതാണ്ഡവം ആടാനായിട്ട് കാരണം എന്താ? രാവണൻ്റെ 10-20 കൈകളെ കൊണ്ട് രാവണൻ ചെയ്തിട്ട് ഓരോ വാദ്യോപകരണങ്ങളെ കൊണ്ട് ആയിട്ട് ആ ശിവന് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളെ കൊണ്ട് ശിവനെ സന്തോഷിപ്പിച്ചപ്പോഴാണ് ശിവൻ മനോഹരമായിട്ടുള്ള അനന്ത താണ്ഡവം ആടിയത്.
ആനന്ദതാണ്ഡവം ആടാനായിട്ടുള്ള അപ്പോൾ ആനന്ദതാണ്ഡവം ആടണം എന്ന് ഭഗവാൻ എന്നുണ്ടെങ്കിൽ ഭഗവാൻ അത്രയും ആനന്ദത്തോടു കൂടിയിട്ട് വേണം. അതുപോലും ചെയ്ത ആളാണ് ആര്? രാവണൻ. അതിനൊക്കെ സാധിച്ച ആളാണ്. അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസങ്ങളോ വ്രതങ്ങളൊന്നുമില്ല, അറിവില്ലാത്ത ആളൊന്നുമല്ല. അങ്ങനെയല്ല, എല്ലാവിധ യോഗ്യത ഉണ്ടായിട്ടും ആ യോഗ്യതയൊന്നും ലോകനന്മയ്ക്കല്ലാണ്ട് അഹങ്കാരം വളർത്തി എന്നുള്ളത് കൊണ്ട് ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടാവണത്? ആ ബുദ്ധി പ്രവർത്തിക്കേണ്ടത് എവിടുന്നാണ്? ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവണത് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നല്ലതിനല്ലാണ്ട് ചിത്തകാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നാശം തന്നെ ഫലം. അതൊക്കെയാണ് ഇതിൽ ഓരോന്നിലും കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നാശമാണ്. അപ്പോൾ പറഞ്ഞു, ഈ സീതയെ വധിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നീ എന്തിനു വേണ്ടിയിട്ടാണ് സീത ഇവിടെ കൊണ്ടുവന്നു വന്നത്? ആ സീതയെ ആഗ്രഹിച്ചിട്ട് സീതയോട് കൂടിയിട്ട് സീതയെ അനുഭവിക്കണം എന്നുള്ളതല്ലേ, സീതയെ പ്രാപിക്കണം എന്നല്ലേ നിൻ്റെ ആഗ്രഹം. അതിന് സീതയെ വധിച്ചു കളഞ്ഞിട്ട് എന്താ കാര്യം? സീതയെ പ്രാപിക്കുക തന്നെ വേണം, ഒട്ടും പിന്മാറരുത്. ആ രാവണനെയാണ് വധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ വീണ്ടും അഹങ്കാരത്തോട് കൂടിയിട്ട് യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ എത്രയോ പേര് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞ് ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷെ അതിനെ സ്വീകരിച്ചില്ല. അതാണ് ബുദ്ധി കെട്ടവന് നല്ലവരുടെ വാക്കുകൾ, സജ്ജന ഭാഷണം അവർക്ക് സ്വീകാര്യമായിട്ട് വരില്ല. അതേസമയം ഇതുപോലെ ഉള്ളവരുടെ ആ സേവ കൂടുന്നവരുടെ ഹിതം പറയുന്നവരുടെയൊക്കെ വാക്കുകൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചിട്ട് പറയണം, ആ സീതയെ പ്രാപിക്കുകയാണ് വേണ്ടത് എന്നെല്ലാം പറയുമ്പോൾ നീതിമാനായ സുഭാഷൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും മാസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടമോ രോഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റള ഒന്നൊഴിയാതെ ഒടുക്കിനാൻ. രാമനും മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ തിന്നുപോ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തപൻ ബാണങ്ങളെയ്തേതു ഭിന്നമാക്കിയിടിനൻ. രാവണാദേഹവും ഭാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരുമെന്നോർത്ത ദീപിരുവായി ലങ്കാപുരം ബുക്കനന്തരം ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കാവധാനനായി ചെന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതികം മർക്കടാ വീരരും മർക്കന്യോത്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരുതിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരിമുഖ്യ നിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഞാനേകാകിയായിതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ ഇപ്പോ വിജ്ഞാനിയാകിയ രാവണനാൽ അതിവിജ്ഞാപിതമായ ശുക്ര മഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമായൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ചെയ്യാമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണാതുണി രജാപാതിരഥ അശ്വരഥാദികൾ വാനവാരാലുമജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊള്ളുകന്നോടു സാദരം അന്തരാമെന്നിയെ ഹോമം കഴിക്ക നീ. ശുക്രാമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷാഗണാധിപനാകിയ രാവണൻ പന്നകാലോകാസമാനമായി തീർത്തിതു തന്നോടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമം ഹവ്യഗവ്യാധികമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനാമകം പുക്കു ശുദ്ധന ധ്യാന ഉറപ്പിച്ചു തൽഫലാമർത്തിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ
ഹോമം കഴിഞ്ഞു കൂടിയിടിയിലെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സമോദമാശു കപികുല വീരരെ. ശ്രീരാമസുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതാപുത്രാംഗദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിയേറിക്കടന്നങ്ങു രാവണ മന്ദിരം പുക്കൂപുര ബാലകന്മാരെയും കൊന്നു മർക്കടാവീരരൊരുമിച്ചനാകുലം വാരണാവാജീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസി ഹോമസ്ഥലം വ്യാജത്സരമാനിജാകരസംജ്ഞയ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം ഹോമഗുഹദ്വാരബന്ധനാഭാഷാണമാമയാഹീനം പൊടിപ്പെടുത്തങ്കതൻ തത്രാ ഗുഹായിലകമ്പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാച്ച് തെറ്റെന്നു ചെന്നു ഗുഹായിലിറങ്ങിനൻ കണ്ണൂമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യാജനാധിപനെ കണ്ടു വാനര താടിച്ചു ബുദ്ധ്യാജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സമ്പാദ സഞ്ചയം കുണ്ടത്തിലൊക്കവേ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹസ്ത്രുവം പാവനീ ശീഘ്രം പിടിച്ചു വലിച്ചുടൻ ദാനം ചെയ്താൻ അതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠം മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശാഗന്ധരാ വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതൂമിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയാകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനാമെല്ലാം നുറുക്കിയെട്ടിടനൻ വിശ്വസ്തനീവിയായി കഞ്ചുകാഹീനയായി വിശ്വസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ട ശൂകഭീവരാരെന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിയിലിടയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവ മോർക്കൽ ജലാമെന്നതേ. എന്തിനായിക്കൊണ്ടു നിന്ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ വലിയ സീമാനസേ ഹോ വിധി വൈഭവമെത്രയും അത്ഭുതം മന്ദ അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവാളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മുട്ടീഭവിക്കുന്നുത്തമാമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവനിന്നു തൻ പ്രാണാഭയം കൊണ്ട് മൂടൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യാമകന്നു തൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താനതു കണ്ടു തുങ്കാശരീരികളായ കബീകരും രാത്രിഞ്ചരേശ്വര പത്നിയെയുമയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നീടിനൻ. ഹോമാമശേഷം മുടക്കി വയാമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനൻ. മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനൻ അതേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചിതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോഴനുഭവാമിത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിട്ടു നീ ജ്ഞാനാവിനാശനം ശോകമറിയുക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ അവിശ്വാസവും അജ്ഞാന സംഭവം. നശ്വരമായ ശരീരാദികളിൽ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകാഭയക്രോധലോഭമോഹസ്പൃഹ രാഗഹർഷാദിജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനാംഗജങ്ങള അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനീ. ജ്ഞാനസ്വരൂപാത്മാ പരൻ അദ്വയൻ ആനന്ദപൂർണ സ്വരൂപൻ അലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന്നു ഒന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മനാമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനീ ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നിടുവൻ. അല്ലായിലോ രാമസായകാമേറ്റു കൈവല്യവും പ്രാപിക്കുമില്ലൊരു സംശയം.
ജാനകീ ജീവനസ്മരണം. രാവണൻ പിന്നെ ഹോമം ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ചെന്നു രാവണൻ യുദ്ധത്തിനൊക്കെ ചെന്നു. യുദ്ധത്തിൽ തോറ്റു പോന്നപ്പോൾ ഇനി എന്താ ചെയ്യുക, എന്ത് വേണം എന്ന് ശുക്രാചാര്യരെ കണ്ടുപോയിട്ട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. പറഞ്ഞു ഹോമം പൂർണ്ണമായാൽ നിനക്ക് പിന്നെ നിന്നെ ജയിക്കാൻ ആരും ഉണ്ടാവില്ല, ഞാൻ മന്ത്രം ഉപദേശിച്ച് തരാൻ, പോയി ഹോമം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആരും അറിയാണ്ട് തുടങ്ങുന്ന ഹോമമാണ്. പക്ഷെ എത്ര അടച്ചു പൂട്ടിയിരുന്നാലും അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ആകാശത്തേക്ക് പുക ഉയരണ കാണുമ്പോൾ അവിടെ അവിടെ അഗ്നി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടപ്പോൾ വിഭീഷണൻ പറഞ്ഞു അവിടെ ഹോമം തുടങ്ങുകയാണ്, അതുകൊണ്ട് അവിടെ പോയിട്ട് ആ ഹോമം മുടക്കിയിട്ടില്ല എന്നുവെച്ചാൽ രാവണനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹോമം മുടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി വന്നു. പല വിധത്തിൽ എത്ര നോക്കിയിട്ടും ധ്യാനത്തിനേതു എന്താണ് ദന്തങ്ങൾ കൊണ്ടും നഖരങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതു മിളക്കമുണ്ടായില്ല. മാനസേ രാവണനും ജയകാംക്ഷയ, ജയിക്കണം എന്നുള്ള ആ ദൃഢമായ ഉറപ്പുകൊണ്ട് പോലും ആ ധ്യാനത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായതൊന്നും ആ രാവണനെ ഏറ്റില്ല. അപ്പോൾ നോക്കൂ, അത്രയും ദൃഢതയുണ്ട് ആ രാവണന്. ആ ദൃഢത, അപ്പോൾ അത്രയും കഴിവ് നമുക്കുള്ളത്, അത് നല്ല കാര്യത്തിനാണ് പ്രയോഗിക്കണമെന്ന് വിചാരിച്ചാലോ, അത്രയും ആ ദൃഢമായ നമുക്കൊക്കെ ഇന്ദ്രിയ ശരീരത്തിൻ്റെ ബോധം വെടിഞ്ഞ് ഇങ്ങനെ ധ്യാനത്തിലിരിക്കാൻ സാധിക്കില്ല അല്ലേ. അങ്ങനെ സാധിക്കുന്ന ഒരാൾക്ക് ആ സാധന ഈശ്വരനെ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വെച്ചാൽ പണ്ടേ മോക്ഷം ലഭിച്ചു പോവായിരുന്നു. പക്ഷേ ഇവിടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആ ആസക്തി കൊണ്ടാണ് അതിന്. എന്നിട്ട് പിന്നെ അത് ആ മണ്ഡോദരിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പം മണ്ഡോദരി കുറേ പറയും, എന്തിനാ ഭാര്യയും മക്കളെയൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്, ആ പുരുഷന് പകുതി വെയ്യാണ് ഭാര്യ എന്നാണ് പറയണത്. ആ ഭാര്യയെ കഷ്ടപ്പെടുന്നത് കണ്ടിരുന്നിട്ട് പിന്നെ എന്ത് നേടിയിട്ട് എന്താ കാര്യം എന്ന് ഒക്കെ പറഞ്ഞ് കുറേ കരയണ കേട്ടപ്പോൾ ആ ഹോമമൊക്കെ നിർത്തിവെച്ചുകൊണ്ട് ഹോമത്തിനെ ഉപേക്ഷിച്ചിട്ട് കൊണ്ട് ആ രാവണൻ പുറത്തേക്ക് വന്നതും ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പോൾ ആ സമയത്ത് ആ രാവണൻ്റെ ഒരു അനുനയിപ്പിക്കലുണ്ട്. എന്താണ് പറയണത്, ഒക്കെ ദൈവാധീനാണ്, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, ഇതൊക്കെ ദൈവകൽപ്പിതാണ്, വിധിയാണ്. അപ്പോൾ ആ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ട് ദുഃഖം ഉപേക്ഷിക്കുക. അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാവുന്നത്. അഹങ്കാരം അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാവണം. നശ്വരമായ ശരീരം മുതലായ വസ്തുക്കളിൽ ആരാ പറയണേ, രാവണനാണ്. അജ്ഞാനത്തിലാണ് പുത്രൻ ഭാര്യ തുടങ്ങിയ ബന്ധങ്ങൾ ശരീരം നിമിത്തം ഉണ്ടാവുന്നത്. അപ്പോൾ അറിവില്ലായ്മയല്ല, അറിവുണ്ടായിട്ടെന്താ കാര്യം, അത് അവനവന്. അപ്പോൾ ഇത് മറ്റുള്ളവരോട് ഉപദേശിക്കാൻ എല്ലാവർക്കും സാധിക്കും. ഇതൊക്കെ പുസ്തകമൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉപദേശിക്കാനായിട്ട് സാധിക്കും. അത് അവരവരുടെ ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താനാണ് ബുദ്ധിമുട്ട്. ഉപദേശം ആർക്കും ചെയ്യാൻ കഴിയും. നമ്മൾ പണ്ടൊരിക്കൽ കഥ പറഞ്ഞ പോലെ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി മരിച്ചപ്പോൾ ഉപദേശിച്ച ആൾ അവനവൻ്റെ കുട്ടി മരിച്ചപ്പോൾ വാവിട്ട് കരയണ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, അത് നിൻ്റെ കുട്ടിയല്ലേ, അതുകൊണ്ടാണ് ഇത് എൻ്റെ കുട്ടിയാന്ന് പറഞ്ഞ പോലെയാണ്. അവനവൻ്റെ കാര്യം വരുമ്പോഴൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് പറയണത്, ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് കാര്യമില്ല, എന്ത് വേണം, ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അറിവുണ്ടായിട്ട് കാര്യമില്ല, ആത്മാവിനെ അറിഞ്ഞിട്ട് ദുഃഖം കളയുക എന്നൊക്കെ പറഞ്ഞതാണ്. ഒന്നിലോ രാമലക്ഷ്മണന്മാരോട് ഞാൻ യുദ്ധം ചെയ്തിട്ട് ജയിച്ചു വരാം, അല്ലെങ്കിൽ ആ രാമൻ്റെ ശരം കൊണ്ട് ഞാനിതാ മോക്ഷം പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ, അപ്പോഴും ആ മനസ്സിലുള്ള ദുഷ്ടബുദ്ധി പോണില്ല കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടും എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോട് കൂടവേ പാവഗന്ധങ്കൽ വധിച്ചു മരിക്ക നീ ഭാവനായോടുമെന്നാൽ ഗതിയും വരും. അങ്ങനെയായാലും ആ സീതയോടുള്ള വൈരാഗ്യോ അപ്പോഴും മനസ്സിൽ നിന്ന് പോണില്ല. എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ആർക്കും അനുഭവിക്കാൻ പറ്റരുത്. പണ്ട് പറയണില്ല, എൻ്റെ ഒരു കണ്ണ് പോയാൽ അവൻ്റെ രണ്ട് കണ്ണും പോകണമെന്ന്. എന്തെങ്കിലും നിനക്കുണ്ടാവണതിൻ്റെ ഇരട്ടി നിൻ്റെ ശത്രുവിനുണ്ടാവും. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കണ്ണ് പോയാൽ മതിയെന്ന്. കാരണം എൻ്റെ ഒരു കണ്ണ് പോയാലും വേണ്ട, നിനക്കുണ്ടാവണതിൻ്റെ പകുതി മറ്റേ ആൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു.
പറഞ്ഞു എൻ്റെ 2 കണ്ണും പൊക്കോട്ടെ എന്ന്. എൻ്റെ 2 കണ്ണും പോയാലും വേണ്ടില്ല, അവൻ്റെ ഒരു കണ്ണെങ്കിലും പോകുമല്ലോ, അങ്ങനെയും വേണ്ടില്ല എന്ന് പറയണ പോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ആർക്കും അനുഭവിക്കരുത്. ഇപ്പോൾ സീതയെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ രാമൻ യുദ്ധം ചെയ്യണേ. പക്ഷേ ഞാൻ മരിച്ചു, എന്നെ രാമൻ കൊന്നു എന്ന് അറിഞ്ഞ വഴി നീ ചെന്നിട്ട് സീതയെ വധിച്ചോളാനാണ് പറയുന്നത്. അത്രയും ആ ഉള്ളിലുള്ള ആ ഒരു ദുഷ്ടഭാവമാണ് അവിടെ കാണുന്നത്. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം, രാഘവനെ ജയിപ്പാനരൂതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരാമനുഷ്ഠിച്ചു വൈവസ്വതാമനു തന്നെ രക്ഷിച്ചതും, രാജീവലോചനൻ മുന്നാമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരാസമുദ്രാമധനകാലേ പുരാഘോരമന്തരം പൃഷ്ഠേ ധരിച്ചതും, പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും, ഘോരനായൊരു ഹിരണ്യാകശൂപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും, 3 അടി മണ്ണു വെള്ളിയോട് യാചിച്ചു 3 ലോകങ്ങളും 3 ലോകവും 3 അടിയായളന്നതും, ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും, പൃഥ്വീപതിയായ രാമാനിവൻ തന്നെ മാർത്താണ്ഡവം ചെയ്ത ശാരദാപുത്രനായി ധാത്രീ സുധാവരനാക്കിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രാവിനാശം വരുത്തുവാനും തവാമുക്തി ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢാജലപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനാരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കുകേട്ടൊരു രാവണൻ 2 പരാക്രമം ചൊന്നാൽ അതു നേരം. അത്ര എത്തിയിട്ട് അവസാനത്തൊരു ഉപദേശമാണ്. ഇത്രയൊക്കെ ചെയ്തതും ഒക്കെ ഈ മണ്ഡോദരിയുടെ ഒരു ഉപദേശം. ആ ഭഗവാനെ ചെന്നിട്ട് അഭയം പ്രാപിക്കൂ, ആ സീതയെ കൊണ്ടുകൊടുത്ത് നമസ്കരിക്കൂ. അപ്പോൾ ബാക്കി എത്ര ആയുസ്സുണ്ടോ ആ ആയുസ് നമുക്ക് വനത്തിൽ പോയിട്ട് ഈശ്വരനെ ഭജിച്ചിട്ട് നമ്മുടെ ആ പൂർവ്വജന്മകൃതമായ കർമ്മവാസനകളൊക്കെ ഈ ആസുരിക ഭാവമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാമെന്ന്. ഇത് രാവണൻ എന്ന് പറയുന്നത് ആലോചിക്കുക, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ഭാവമാണ്. ആ ഈശ്വരനും നമുക്കും ഇടയിൽ വിലങ്ങ് തരികയായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഭാവമാണ്. നമ്മൾ ലൗകികമായ സുഖത്തിന് ആ ഭോഗാസക്തിക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ മാറ്റി നിർത്തി പലതിൻ്റെയും പിന്നാലെ ഓടണു. അപ്പോൾ അവസാന ഘട്ടത്തിലും പറയാണ്, ഇതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈശ്വരനെ ആശ്രയിക്കൂ. ഇതൊക്കെ നശ്വരങ്ങളാണ്, എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാവാം. ലോകസുഖങ്ങളില്ലാണ്ടാവാം, ഭാര്യ ഇല്ലാണ്ടാവാം, ഭർത്താവ് ഇല്ലാണ്ടാവാം, മക്കളില്ലാണ്ടാവാം. ഉപേക്ഷിച്ച് പോണതോ അല്ലെങ്കിൽ മരിച്ചു പോണതോ ഏതെങ്കിലും വിധത്തിൽ എന്തിനു പറയണു, ഞാൻ എൻ്റെന്നും പറഞ്ഞ് കൊണ്ടു നടന്ന ഈ ശരീരം പോലും പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയിൽ വരും. ചെവി കേൾക്കാണ്ടാവും, കണ്ണ് കാണാണ്ടാവാം, ശരീരം അനങ്ങാണ്ടാവാം. ഇതുപോലും നമുക്ക് സ്വന്തമല്ല. അപ്പം അതുകൊണ്ട് ആകെ കൂടി പരമാത്മനാ ആശ്രയിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ അല്ലേ. നീ മാത്രമാണ് എന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ, എന്നും ഭഗവാൻ മാത്രമേ നമുക്കൊരു ബന്ധുവായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സർവാത്മന ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത് അല്ലേ. ഒരു നിമിഷം മാത്രം കൊണ്ട് ഒരു മുഹൂർത്തം മാത്രം കൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച ആ ഖഡ്വാങ്കനെ പോലെ അല്ലേ. നമ്മളുടെ ഈ അടുത്ത കാലത്ത് തന്നെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച ഒരു മഹാത്മാവിനെ പറ്റിയിട്ട് പറയുന്ന തിരുമേനിയുടെ കഥ പറയണ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം എഴുതണ അത്രയും ശ്ലോകങ്ങളും കവിതകളൊക്കെ എഴുതും. പക്ഷേ ഈ ചേലപ്പറമ്പ് നമ്പൂതിരി എന്നാ പറയുക. ഈ ശ്ലോകങ്ങളും കവിതകളൊക്കെ എഴുതണത് എന്തിനെ പറ്റിയിട്ടാണെന്നറിയോ? സ്ത്രീകളെ പറ്റിയിട്ടാണ്. സ്ത്രീയുടെ സൗന്ദര്യം അങ്ങനെ ആ ഒരു ഇതായിട്ട് അത്രയും ഭോഗാസക്തി വളർത്തുന്ന രീതിയിൽ വർണ്ണിച്ചിട്ട് പറയാൻ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമായിരുന്നു. ഗുരുവായൂരമ്പലത്തിൽ വരും, കുളിക്കും, തൊഴുമൊക്കെ ചെയ്യും. ഗുരുവായൂരപ്പനെ തൊഴുമൊക്കെ ചെയ്യും, തൊഴായൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്ത ആ സരസ്വതി കടാക്ഷം, ആ നാവിൻ തുമ്പിലിരിക്കുന്ന സരസ്വതി ആ ഭോഗാസക്തി നിറഞ്ഞിട്ട് ആ സ്ത്രീകളെ മാത്രം വർണ്ണിക്കാനായിരുന്നു. ആ സമയത്ത് ഭഗവാനെ എന്നും വന്ന് തൊഴണ ഒരാൾ ഇതുപോലെ നശിച്ചു പോയാൽ
എങ്ങനെയാ ആർക്കാ കാരുണ്യം ഉണ്ടാവുക? ആ ഭഗവാന് കാരുണ്യം ഉണ്ടാവും. ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ കുളത്തിലിരുന്ന് ശരീരം മുഴുവനും ആ എണ്ണ തേച്ചുകൊണ്ട്, ആ കുളക്കടവിലിരുന്ന് എണ്ണ തേച്ചുകൊണ്ട് അവിടെ ഏതോ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് നമ്മളൊക്കെ കുളിക്കണ നേരത്തും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് നാമം ജപിക്കും. ഇത് സ്ത്രീയുടെ സൗന്ദര്യം വാഴ്ത്തി പാടിക്കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഉണ്ണിയായിട്ട് വന്നു അത്രേ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മുത്തച്ഛ, എത്ര കാലമായി മുത്തച്ഛൻ ഇങ്ങനെ ഇതൊക്കെ പാടി തുടങ്ങിയിട്ട്, ഇത്രയും ആയിട്ട് ഇത് മതിയായില്ലേ? ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് അവിടെ ആ തിശയിലകത്തിരിക്കണ ആ കൃഷ്ണനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ പാടിയെന്നുണ്ടെങ്കിൽ എന്നേ മുത്തച്ഛന് മോക്ഷം കിട്ടിയനെന്ന് ഈ ഭഗവാൻ തന്നെ ഒരു ഉണ്ണിയായിട്ട് ചെന്ന് പറഞ്ഞു അത്രേ അദ്ദേഹത്തിനോട്. അത് കേട്ടപ്പോൾ അദ്ദേഹം ഇത് ആരാന്ന് വിചാരിച്ചിട്ട് പിന്നാലെ ചെന്ന് നോക്കിയപ്പോൾ ആ കുളക്കടവ് കയറി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരാളെ കാണാനില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഉള്ളിൽ ആ ഭഗവാൻ തന്നെയാണ് പ്രവർത്തിച്ചത്. അവിടെ ഇറങ്ങി മുങ്ങിയിട്ട് ആ ഇറനോടുകൂടി ആ നടക്കൽ ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ച് ശേഷായുഷാദോഷയ, ഇനി എനിക്ക് ഇത്ര കാലം ഞാൻ വെറുതെ കളഞ്ഞു, ഓരോരുത്തരുടെയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്നിട്ട് പോലും എന്നോട് കാരുണ്യത്തോടു കൂടി വന്ന് വിളിച്ചില്ല എന്നെ. അപ്പോൾ ഇനി എൻ്റെ ശേഷിച്ച ആയുസ് ഞാനിതാ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കണു. എൻ്റെ ഈ ശേഷമായിട്ടുള്ള ആയുസ് കൊണ്ട് ഭഗവാനെ അവിടുന്ന് സന്തോഷിക്കണേ എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് നമസ്കരിച്ച് വീണു. ആ വീണ തന്നെ പിന്നെ എണീറ്റില്ല. ഭഗവാന്റെ പാദത്തിലെല്ലാം മറന്നിട്ട് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്ത തെറ്റുകളൊക്കെ പൂർണ്ണമായിട്ട് ബോധിപ്പിട്ട് ആ പശ്ചാത്താപത്തോട് കൂടിയിട്ട് ഇത്രയും വലിയൊരു മനുഷ്യായുസ് തന്നിട്ട് ഈ 19 കൊല്ലവും ഞാൻ ആവശ്യമില്ലാണ്ട് കളഞ്ഞു ഭഗവാനെ. ഇനി എനിക്ക് എത്ര ആയുസ് അവശേഷിക്കുന്നറിയാം, മരിക്കണേൻ്റെ സമയം ഭഗവാൻ അറിയാം. അതിന് തൊട്ട് മുമ്പാണ് ചെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഈ പാട്ടും പാടിയിട്ട് ഈ സ്ത്രീകളെ വിചാരിച്ചിട്ട് ആ കുളക്കടവിൽ അങ്ങനെ മരിച്ചു വീണ പിന്നത്തെ തവണ ആദ്യം ഇതേ ഭാവത്തിലാണ് ജനിക്കുക. അപ്പോൾ ജനനം ആ ഭഗവാന്റെ കാരുണ്യം നോക്കൂ. ആ ഭഗവാൻ അവിടെ വീണ് നമസ്കരിച്ച് ആ ജീവനെ ഭഗവാന്റെ മുമ്പിൽ സംസ്ഥാപന അവസാന നിമിഷത്തിലായാലും ഭഗവാനെ ആശ്രയിച്ചാൽ ആ ഭഗവാൻ എല്ലാത്തിൽ നിന്നും മുക്തി നൽകിയിട്ട് തന്നോട് ചേർക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം. അതുപോലെ ഈ അവസാന നിമിഷത്തിൽ ഇപ്പം എല്ലാവരും മരിച്ചു, മക്കൾ മരിച്ചു, ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കണേന്ന് വിചാരിക്കില്ലേ? ഇനി ജീവിച്ചിരിക്കണ ആ ജീവൻ, ഇനിയുള്ള ജീവൻ നമുക്ക് ഈശ്വരനെ ആശ്രയിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്തിട്ട് നമുക്ക് ഭഗവാനോട് കൂടി ചേരാം എന്നതാ ഇവിടെ ആ മണ്ഡോദരി സധൈര്യം പറയാണ്. അപ്പോൾ പറയണു, മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ട പരാക്രമം ചൊന്നാനതു നേരം പുത്രമിത്രമാത്യ സോദരന്മാരെയും വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതു ഭംഗിയല്ലടോ, ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യമനുഭവിച്ചിടുവൻ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഇനി ഇപ്പം എല്ലാവരും മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് നമ്മളോട് പറയുമ്പോഴും നമ്മളങ്ങനെ പറയാം, എത്ര കാലമൊക്കെ ഇങ്ങനെ ജീവിച്ചു, ഇനി അങ്ങനെയൊക്കെ മതി, ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും പറയണ ഒരു കാര്യമാണ്. എത്ര കാലം അങ്ങനെയല്ല, എത്ര കാലം ഇരിക്കുമിനി എന്ന് സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ, അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഭഗവാന്റെ നാമം എത്ര കാലം ഇരിക്കും നമുക്കറിയില്ല. ആ ഭഗവാന്റെ നാമം ജപിച്ചൂടെ? നാമം ജപിക്കാൻ ഒന്നും വേണ്ട, നാവ് മാത്രം മതി നാമം ജപിക്കാൻ. ആ നാവിന് ആ ചലനശേഷി എപ്പോൾ നഷ്ടപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? നാവിന് പറയാൻ പറ്റില്ല എപ്പോൾ ആ ചലനം നഷ്ടപ്പെടും. നാളെ ആവാം എന്ന് പറഞ്ഞാൽ നാളെ നാവ് ചലിക്കുമോ എന്നറിയില്ല, മിണ്ടാൻ പറ്റാണ്ടാവുമോ എന്നറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. കേവലം ഒരു കണ്ണിന് കാണാത്തതൊന്നും സത്യമല്ല എന്ന് നമ്മൾ പറയണം അല്ലേ? കണ്ണിന് കാണാൻ പറ്റാത്തതൊന്നും സത്യമല്ല. ഈശ്വരനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കൊറോണയുടെ ജീവാണുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അത് ബാധിച്ചില്ലേ? അത് ബാധിച്ച ആ സമയത്ത്
ശബ്ദം എനിക്ക് ശബ്ദമൊക്കെ എനിക്ക് വന്ന സമയത്ത് ശബ്ദമില്ലാണ്ടായി. ആദ്യം തന്നെ ഒച്ചയെ പോയി, ഒന്നും മിണ്ടാൻ പറ്റാണ്ടായി. എഴുതി കൊടുക്കണം ഓരോരുത്തർക്ക്. അപ്പം അതുപോലെ എപ്പോൾ നമ്മുടെ നാവിൻ്റെ ചലനം നിൽക്കുന്ന അറിയില്ല. ആ സമയത്തൊക്കെ നാവ് ചലിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഈശ്വരനാമം ജപിക്കാനാണ് നാവ്. നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലാൻ. നാവ് തന്നത് ആ ഭഗവാന്റെ നാമം ജപിക്കാനാണ്, ആ ഈശ്വരനാമങ്ങൾ ജപിക്കാനും നല്ലത് പറയാനും ഒക്കെയാണ് നാവ്. നല്ലതിനെ മാത്രമാണ് നാവിന് കൊടുക്കാവൂ. അത് അല്ലെങ്കിൽ നാവും നമ്മളെ ചതിക്കുന്ന ഏറ്റവും വലിയ ഇന്ദ്രിയാണ്. ചീത്ത എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് മാത്രമാവും രുചി ഉണ്ടാവുക. പിന്നെ അതിലേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അങ്ങനെ നമ്മൾ നടന്നു. പിന്നെ നാമം ജപിക്കുകയാണ് നല്ലത്. അത് പറയണത് തെറ്റാണ്, ആരെയും പറ്റിയൊന്നും പറയണ്ടെന്ന് ബോധ്യമായാലും നമുക്ക് നാമം ജപിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ആ നാവ് ഇത് പറയാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഇത് പറയാൻ പ്രേരിപ്പിച്ച് എന്തിനാ പറയണത്? നമ്മളിത് ഇവിടുന്ന് നാമം ജപിച്ച് ഇതൊക്കെ പറഞ്ഞ് നമസ്കരിച്ച് ഇങ്ങനെ തിരിയുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി. പിന്നെ നമ്മളെല്ലാവരും അതിൻ്റെ പിന്നാലെ പിടിച്ചിട്ട് അവരങ്ങനെ ചെയ്യാൻ പാടും, അവരിങ്ങനെ ചെയ്യാൻ പാടും, അവർ ചെയ്തത് തെറ്റല്ലേ, അവരങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് നമ്മളതിനെ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായാലും നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമായിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ആരുടെങ്കിലൊക്കെ ഹൃദയത്തിലൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഇതുകൊണ്ട് ദുഃഖം അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് തോന്നില്ല ഇത് ഇത്ര വലിയൊരു കാര്യം തോന്നില്ല. പക്ഷേ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് വന്ന് പറ്റി, അത് അറിയാണ്ട് വന്ന് പറ്റിയതാണ്. ആ അറിയാണ്ട് വന്ന് പറ്റിയതാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ അറിയാണ്ട് ചെയ്തതാട്ടോ, ക്ഷമിക്കണം, എനിക്കങ്ങനെ പറ്റിപ്പോയി, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് സമാധാനമായി, സാരല്ലേ പോട്ടെ അറിയാണ്ടല്ലേ എന്ന് പറയും. അതേസമയം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വിചാരിക്കും എന്നാലും കഷ്ടം, ഇത്രയായിട്ടൊരു വാക്ക് അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പെടച്ചൽ സജ്ജനങ്ങളുടെ ആയാലും ഏത് ജനങ്ങളുടെ ആവട്ടെ അവരുടെയൊക്കെ ഉള്ളിലുണ്ടായി കഴിയുമ്പോൾ, എന്നാൽ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി നിന്നിട്ട് പിന്നെ നമ്മളോട് എന്തെങ്കിലും കാര്യത്തിന് ഒരു വിഷമം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര കാലം നിന്നിട്ട് എന്നോട് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവും. അത് അത്ര വലിയ കാര്യമല്ലെങ്കിലും അതൊക്കെ ഈ കർമ്മപ്രാരബ്ധത്തിൽ വന്ന് അടിഞ്ഞുകൂടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓരോ വിഷമങ്ങളും വരുമ്പോൾ ഇങ്ങനൊരു വിഷമം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കാരണമായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ഒരു ദുഃഖം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എനിക്കിതാ ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി തന്നെ ചെയ്യും. അപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ പ്രവൃത്തിയുടെ. അല്ലാണ്ട് ഇപ്പോൾ ആ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് സീത കാരണം ദുഃഖം വന്നെന്ന് പറഞ്ഞാൽ സീത കാരണമല്ല, സീതയെ മോഷ്ടിച്ചു എന്നുള്ള തെറ്റ് ചെയ്തത് കൊണ്ടാണ്. നമ്മളിതാ മറ്റുള്ളവരെ വേദനിപ്പിച്ചത് നമ്മൾ അറിഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാവില്ല. അപ്പുറത്തെ വീട്ടിലെ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം, ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു കോഴിയാവട്ടെ അത് വന്ന് അതിന് കട തെരഞ്ഞപ്പോൾ നമുക്ക് ദേഷ്യം വന്നു. നമ്മളൊരു കല്ലെടുത്ത് ഒരു വീക്ക് വെച്ച് കൊടുത്തു, അതവിടെ വീണു, കാലൊടിയവേ എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ വാങ്ങി തൊട്ടെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മളെ അപ്പോൾ നമ്മളെന്താ പറയുക, ആയിക്കോട്ടെ നമ്മുടെ അത് വന്ന് തിരഞ്ഞിട്ടല്ലേ, അല്ലാണ്ട് അപ്പോൾ നമ്മളെ ന്യായീകരിക്കുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ അവരിപ്പോൾ നമ്മളെ ചീത്ത പറയുക എങ്ങനെ വേണമെങ്കിൽ പ്രതികരിച്ചാലും ഞാൻ പറയുക അതാ അവിടെ വന്നതായപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ വീക്ക് ചെയ്താട്ടോ, പക്ഷേ അതതിൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊന്ന് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടാവണം. ആ മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ കർമ്മത്തിൻ്റെ പ്രാരാബ്ധം കുറേ തീരുന്ന പ്രായശ്ചിത്തം പോലെയാണത്. അത് ഒന്നും നമ്മൾ ചെയ്യണില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു നമ്മളുടെ ഇതിനെ ന്യായീകരിക്കുക ചെയ്യുക, നമ്മളുടെ ഭാഗത്താ ശരി എന്നുള്ളത് ന്യായീകരിക്കുക ചെയ്യുക. അല്ലെ, നല്ല ഭംഗിയുള്ള ഒരു പാത്രം അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുക. ആ പാത്രം ഒരു വീട്ടിൽ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു പാത്രമായി, നല്ല പാത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് അറിയാണ്ട് നമ്മുടെ കൈ തട്ടി വീണു. അവരോട് ആരെത്ര നല്ല പാത്രക്കൂടൊക്കെ അവർക്ക് ഷോക്കേസിൽ വെക്കാറുന്നില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി വീണു, നമ്മളത് തട്ടി വീണപ്പോൾ ആരും കണ്ടില്ല, മിണ്ടാണ്ട് പോവാം എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാണ്ട് പോയാൽ ഇതൊക്കെ കാണണം ഒരാളുണ്ട്.
എന്നാലും കഷ്ടം. ഇവിടെ വന്നിട്ട് അങ്ങനെ അത് പൊട്ടി ഇനി അത് നേരെയാക്കാനൊന്നും പറ്റില്ല. എന്നാലും അത് അറിയാണ്ട് പറ്റിയതാട്ടോ, ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞു വെച്ചാൽ. അപ്പം ഇങ്ങനെ ഇതൊക്കെ നിസ്സാരമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ഈ നിസ്സാര കാര്യങ്ങൾക്ക് പോലും, കാരണം ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ ഇടയായാൽ അത് നമുക്ക് വേദനയായിട്ട് വരികയൊക്കെയാണ് ചെയ്യുക. ഇവിടെ ആ രാവണൻ ചെയ്തത് എന്താ? അന്യൻ്റെ ഭാര്യയെ അത് ഒരാളെ മാത്രമല്ല, സീത അവസാനത്തെയാണ്. മണ്ഡോദരി തന്നെ പറയണ്ടേ, എന്തിനാ ഈ സീതയെ, ആ പതിവ്രതയെ ഇങ്ങനെ ദുഃഖിപ്പിക്കണേ? അതിന് മുമ്പ് പറയണില്ലേ, എത്രയോ അപ്സര സ്ത്രീകൾ, എത്രയോ രാക്ഷസ സ്ത്രീകൾ, എത്രയോ ഗന്ധർവ സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്നിട്ട് പ്രാപിച്ചിട്ടുണ്ട്. അതൊക്കെ പോരെ, എന്തിനാ എന്ന് ചോദിക്കുന്നത്. അപ്പം അത്രയോ തെറ്റ് അവരുടെയൊക്കെ. രാവണൻ തന്നെ ഒരിക്കൽ പറയണ്ടേ, ഇവരുടെയൊക്കെ ശാപം ഫലിക്കണ നേരായി എന്നൊക്കെ പറഞ്ഞ് രാവണൻ തന്നെ അവരെ കണക്ക് പറയണം. അപ്പോൾ രാവണന് ഉറപ്പുണ്ട് ഇതൊക്കെ തെറ്റാണെന്ന്. എന്നിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാപം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മളും പല തെറ്റുകളും അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ തെറ്റാന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തത് ആ തെറ്റിനെ അംഗീകരിക്കാൻ പറ്റില്ല, ഒരു അഭിമാനം അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇത്രയും എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ എന്നിട്ടും പറയണം എന്താ, ഇനിയിപ്പോൾ ഇവരൊക്കെ മരിച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും യുദ്ധത്തിന് പോവുകയാണെന്ന് പറഞ്ഞതാ. അങ്ങനെ ആ രാമരാവണ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം, ഇനി അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, കുറേശ്ശെ വായിച്ച് എത്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വായിച്ച് സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ പാരായണം ഭഗവാന്റെ പാദത്തിലൂടെ സമർപ്പിക്കുകയാണ്. ഇനി നാളെ വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ, വേണ്ടതുപോലെ ഈ രാമായണം സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ആരോടൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഇത് എനിക്കൊന്ന് കോപ്പി എടുത്ത് കൊണ്ടുവന്ന് തരണമെന്ന്. അഥവാ കോപ്പി എടുത്ത് കൊണ്ടുവന്ന് തരാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ അതിൻ്റെ കോപ്പി ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ ഞാൻ തന്നെ കോപ്പി എടുത്തു. അല്ല, കോപ്പി ഉണ്ടെങ്കിൽ അതെ, കോപ്പി ഉണ്ട് എന്നുണ്ട്. അതൊന്ന് നോക്കട്ടെ ഞാൻ, ഒരു മിനിറ്റ്. അതല്ലേ, നോക്കൂ, അത് തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് കോപ്പികൾ എടുത്തിട്ട് അന്ന് ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ഒരു 5-10 കോപ്പി എടുത്ത് കൊണ്ടുവന്നാൽ അത് അപ്പോൾ 5-10 എന്തായാലും എടുത്തോളൂ. അപ്പോൾ അത് എന്നാലും ഇരുന്നോട്ടെ, അതിപ്പോൾ ആർക്കെങ്കിലും വന്നാൽ കൊടുക്കാമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം, അതായത് നമുക്ക് അന്നത്തെ ദിവസം ഈ പറഞ്ഞോണം തന്നെ ഇവിടെ വിളക്കുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ വിളക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഒരു കഷ്ണം ഇല മാത്രം സംഘടിപ്പിച്ച്, കുറച്ച് പൂക്കൾ സംഘടിപ്പിച്ച് അന്ന് ചെയ്ത പോലെ നമുക്ക് ഓരോരുത്തരുടെ മുമ്പിൽ ഓരോ വിളക്ക് ഇങ്ങനെ 2 സൈഡിലേക്കും തിരിഞ്ഞിരുന്നിട്ട് വിളക്ക് വെച്ചിട്ട് നമുക്ക് ഈ അർച്ചന ചെയ്തിട്ട് ഭഗവാന്റെ പാദത്തിൽ അർച്ചന ചെയ്തിട്ട് നമുക്ക് അറിയുന്നത് പോലെ, നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾക്ക് ചെയ്യാം. അർച്ചന ചെയ്ത് സമർപ്പിക്കാം. ഭഗവാൻ വേണ്ടതുപോലെ ആക്കിത്തരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇവിടെ 2 വരിയായിട്ട് പായിട്ടിട്ട് ഇരുന്നിട്ട് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് സമയം അന്ന് വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒരുവിധം പാരായണങ്ങളൊക്കെ തീർത്ത്, പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ തീർത്തിട്ട് തലേ ദിവസം തീർത്ത് വെച്ചിട്ട് അടുത്ത ദിവസമാവും. അപ്പോൾ പട്ടാഭിഷേകത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാവും പട്ടാഭിഷേകമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടാവുക. വെള്ളിയാഴ്ചയാണ് വായിക്കുന്നുണ്ടാവുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഭഗവാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിവേദിക്കാൻ ഓരോരുത്തർക്കും പട്ടാഭിഷേക സമയത്താണ് പറഞ്ഞത്. അത് നിവേദിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. അതിൻ്റെ അടുത്ത ദിവസം സമർപ്പണമാണ്. സമർപ്പണ ദിവസങ്ങളിൽ രാവിലെ ഇത്തിരി നേരത്തെ നമ്മളിവിടെ എത്തുകയാണെങ്കിൽ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അന്ന് ഇവിടെ വന്നിരുന്നില്ലേ ആ സത്യഭാമ എന്ന് പറഞ്ഞ അമ്മ, അവിടെ ഉള്ള നാമം ജപിക്കാൻ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു സമർപ്പണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും. അപ്പോൾ രാവിലത്തെ ആ പ്രഭാത ഭക്ഷണം ഇവിടെ ചെയ്യാനായിട്ട് പറയാം അന്ന് ശനിയാഴ്ച. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ 8 മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തിയാലും അത് കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ കുറച്ച് നേരത്തെ വന്നാൽ നേരത്തെ തന്നെ അധികം വൈകാണ്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കുറച്ച് ഭാഗങ്ങൾ ഇത് കഴിഞ്ഞ് കുറച്ച് ഭാഗം വായിച്ച് അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് സമർപ്പിച്ചിട്ട് പോവാം. അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഭഗവാന്റെ പാദത്തിൽ പാരായണം ചെയ്ത എല്ലാം ഇവിടെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ചിന്തകളും വ്യാപനങ്ങളൊക്കെ അല്ലേ, നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ശരീരം കൊണ്ടെന്ന് വിചാരിച്ചാലും നമ്മളെവിടേക്കൊക്കെയോ ഇപ്പോൾ ഇവിടെ ഇരിക്കണവരോട് തന്നെ ചോദിച്ചാൽ എവിടേക്കൊക്കെയോ യാത്ര ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളൊക്കെ മനസ്സുകൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടാവും, അപ്പുറത്ത് പോയിട്ടുണ്ടാവും, കൊടകരയിലേക്ക് പോയിട്ടുണ്ടാവും, സാധനങ്ങൾ മേടിച്ച് വന്നിട്ടുണ്ടാവും, അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. കല്യാണം ഉണ്ട് അന്ന് അതിൻ്റെ അപ്പുറത്തെ ദിവസം കല്യാണം ഉണ്ട്, അതിന് പോകണം, അപ്പോൾ ശനിയാഴ്ച നേരത്തെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പല ദിക്കിലേക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് അമേരിക്കയിലേക്ക് വരെ വേണമെങ്കിൽ പോയിട്ട് വരാം, അതിന് പൈസയൊന്നും കൊടുക്കണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിങ്ങനെ ചപലമായിട്ട് ഓടുകയാണ് ചെയ്യുക. അതിൻ്റെ ഈ ലഹരി അനുഭവിക്കുന്നത് വരെ അതിങ്ങനെ ഓടും. അപ്പോൾ ആ ലഹരി അനുഭവിക്കാനായിട്ട് ആ മനസ്സിനെ എപ്പോഴും പിടിച്ചിരുത്തിയിട്ട് അതിനെ അനുഭവിക്കാനായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമസിനി രാസേശ്വരി നമിക്കുന്നേൻ. കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടി മംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം. ബിഭ്രദ്വാസകനകകവിശം വൈജയന്തിം ജമാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ ജയ ശ്രീരാധേശ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധേശ്യാം ഒരു കാര്യം കൂടി, ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മൾ ഇവിടെ രാമായണം സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് സാധിച്ചില്ല. അപ്പോൾ വീട്ടിൽ വച്ചിട്ട് രാമായണം ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ 12-ാം തീയതി വെള്ളിയാഴ്ച വരിക, 12-ാം തീയതി ആയിട്ട് അവിടെ വീട്ടിൽ ഞാൻ ചോദിച്ചിട്ടില്ല, ഒന്ന് രണ്ട് പേരോടും കൂടി ചോദിക്കണം പാരായണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ 6 മണി തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെയാണ് പാരായണം. അപ്പോൾ സൗകര്യം പോലെ പൂർണ്ണമായിട്ടും
ഇരിക്കാൻ പറ്റില്ലെങ്കിലും പറ്റണ പോലെയൊക്കെ എല്ലാവരും അവിടെ വരണം എന്ന് പറയുകയാണ്. ഇപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അവർക്കൊക്കെ വരണമെങ്കിലൊക്കെ അവരൊക്കെ വിളിച്ചു കൊണ്ടുവരിക. എല്ലാവരെയും കൊണ്ടുവന്നിട്ട് നമുക്കവിടെ നമ്മളെല്ലാവരും കൃഷ്ണ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഉള്ള സൗകര്യത്തിൽ ഉള്ളതുപോലെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു അന്നപ്രസാദം ഭഗവാന്റെ നൈവേദ്യവും അതൊക്കെ കഴിച്ചിട്ട് ഒരു ദിവസം നമുക്ക് അവിടെ സമർപ്പിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സെപ്റ്റംബർ 12 ആവാമെന്ന് വിചാരിക്കുന്നു. അവർ നോക്കിയപ്പോൾ മറ്റുള്ള തിരക്കുകളൊക്കെ ഒഴിഞ്ഞാൽ അന്നാണ് ഒരു സൗകര്യം തോന്നണത്. അപ്പോൾ പറ്റണവരൊക്കെ എല്ലാവരും വരിക. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ പേർക്ക് അറിയണുണ്ടായിരുന്നില്ല. നമ്മളുടെ ഇവിടെ മുല്ലോർലി തേവരുടെ പ്രദക്ഷിണ വഴി എല്ലാവർക്കും അറിയാമല്ലോ. പ്രദക്ഷിണ വഴി നമ്മളിവിടെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മഴയും കൂടെ ഒഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് നിൽക്കണത്. പക്ഷെ മഴ ഒഴിഞ്ഞാൽ മാത്രം പോരാ, എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു മൂലധനം കയ്യിൽ കിട്ടാതെ കണ്ട് നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല. ഒരു അഡ്വാൻസ് എങ്കിലും കൊടുത്തിട്ട് വേണ്ടേ ഇറങ്ങി പുറപ്പെടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നുകൂടി ഇവിടെ ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിൽ വരണവർക്കറിയാം, ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു കല്ലിന് എന്ന് പറയുന്നത് 3000 രൂപയായിട്ടാണ് പറയണത്. പിന്നെ അതല്ലാണ്ട് അത്രയൊന്നും തരാൻ പറ്റാത്തവർക്ക് ഒരു സ്ക്വയർ ഫീറ്റ് എന്നുള്ള ഒരു 500 രൂപ എന്നുള്ള നിലയ്ക്കൊക്കെ അത് തരാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ തരിക. അപ്പോൾ കഴിവുള്ളവർ അതിനനുസരിച്ചിട്ട് തരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നും കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 പേരൊക്കെ ആകെ കൂടി ഇപ്പോൾ തന്നിട്ടുള്ളൂ. അത് സമയമായിട്ടില്ല, മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും മതി എന്നൊക്കെ പറയും എന്ന് വിചാരിച്ചാലും നമ്മളൊന്ന് കരുതി വെക്കണ്ടേ. ആ സമയത്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് പണി തുടങ്ങണോടുകൂടി തരാമെന്ന് ഉദ്ദേശിക്കണവരാണെങ്കിൽ കിട്ടുന്ന കുറേശ്ശെ പൈസ ആയാലും അതിനെ ഒന്ന് സങ്കല്പിച്ച് ഒരു ചെപ്പിലിട്ട് വെച്ചിട്ട് അത് എത്രയാ വെച്ചാൽ അങ്ങനെ കൊണ്ടുവന്ന് തന്നാലും മതി. ഒന്നായിട്ട് ഇത് കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ തരാൻ നമുക്കില്ലെങ്കിലും ഒരു ദിവസം ഇപ്പോൾ അത് അതിൻ്റെ ഒരു സമയം വരണവരെ ഓരോ ദിവസം ഇത്രേശ്ശെ ഇട്ട് വെച്ചിട്ട് അത് എത്രയാവണമെന്ന് വെച്ചാൽ എങ്ങനെയായാലും വേണ്ടില്ല. അത് ആ ഭഗവാന് സമർപ്പിക്കണു എന്നുള്ള ഭാവത്തിൽ, ഞാൻ സമർപ്പിക്കണു എന്നുള്ള ഭാവത്തിലല്ല. ഭഗവാന് നമ്മളുടെയൊക്കെ ഈ പറയണ നേരത്തെ പൂവ് സമർപ്പിച്ചത് നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ആത്മസമർപ്പണം. കാരണം നമ്മൾ ഭഗവാന് സേവ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ സമർപ്പിക്കുക. ഇതാണ് എനിക്ക്. അപ്പം നമ്മളുടെ കഴിവ് എത്രയുണ്ടെന്ന് ഭഗവാനറിയാം. അപ്പം നമ്മൾ സേവ ചെയ്യുമ്പോൾ ആ കഴിവിൻ്റെ പരമാവധി തന്നെ ചെയ്യാൻ ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കും. അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ആ ഈശ്വര സേവയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപയെ കൊടുക്കണമെന്ന് വിചാരിച്ചാലും 10,000 രൂപ കൊടുക്കുകയായാലും മനസ്സിലുണ്ടാവേണ്ടത് ഞാൻ കൊടുക്കണമെന്നല്ല, സേവയ്ക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു കൂട്ടായ്മയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഞങ്ങളാരും ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ ആളുടെയും പേരും രസീതൊന്നും വേണ്ട, ഒരുമിച്ചൊരു രസീത്. ഇപ്പോൾ അമ്പലത്തിൽ അത് ചെയ്യണം എന്നുള്ളൊരു നിയമമുള്ളത് കൊണ്ട്, അവിടുത്തെ നിയമങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു രസീത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ 1 രൂപയെ സമർപ്പിക്കാൻ പറ്റുള്ളൂ വെച്ചാൽ ആ 1 രൂപ 10,000 സമർപ്പിക്കുമ്പോൾ എനിക്ക് 10,000 സമർപ്പിക്കണോ എന്നുള്ള ഭാവത്തിലല്ല, ഇതേ ഉള്ളൂ എന്നുള്ള ഭാവം എപ്പോഴും ഉണ്ടാവണം. കാരണം ഭഗവാന്റെ മുമ്പിൽ 1ഉം 10,000 ഒക്കെ ഒരുപോലെയാണ്. ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ ആ പ്രേമഭാവമാണ് നോക്കണത്. പിന്നെ മറ്റൊരു ആഗ്രഹമുള്ളത്, ഇവിടെ പറയേണ്ട ആഗ്രഹമാണ്. ആരെങ്കിലുമൊക്കെ തന്നിട്ട് ഇന്നാൾ വകാന്ന് പേരെഴുതിയിടാകുമ്പോൾ കല്ലുമ്മ എഴുതിയിടാണ്ട് ഇവിടെ എവിടെയെങ്കിലും ചുമരുമ്മ എഴുതിയിടുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇവരെങ്ങനെ ചവിട്ടി നടക്കേണ്ടി വരില്ല എന്നൊരു അക്ഷരം ഭ്രമമാണ്. അത് ഞാൻ ഇവിടെ പറയേണ്ടതാണ്, എന്നാലും പറഞ്ഞെന്ന് മാത്രം. അത് ഉണ്ണിച്ചേട്ടൻ അവിടെ ഉണ്ടല്ലേ, അത് അല്ല, അതൊരു ബോർഡ് എഴുതി വെക്കുകയാണ് നല്ലത്. ഓക്കെ. അപ്പോൾ അതെ, ഭഗവാന്റെ അങ്ങനെ. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അടുത്ത പ്രതിഷ്ഠാദിനത്തിന് മുമ്പ് ആ പ്രദക്ഷിണ വഴി വേണം എന്നാണ് നമ്മുടെയൊക്കെ
ആഗ്രഹം, അത് ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ ആഗ്രഹം പറയണു. നമ്മൾക്ക് കഴിയുന്ന പോലെ ഭഗവാന് സേവ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആ ആ അഞ്ചടി നീളമുള്ള ഒറ്റക്കല്ല്. വലിയ കല്ലുകളാണ് ചെയ്യണത്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കപ്പോൾ അതെല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവിടെ സമർപ്പിക്കുകയാണ്. രാധേശ്യാം.